വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള റെയിൻ സബേരെ മീം എന്ന് പറയുന്ന ഒരു യാത്രാവൃത്താണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, റെയിൻ സബേരെ മീം എന്ന് പറയുന്നത് ഒരു യാത്രാവൃത്താണ്, അതായത് യാത്രാ വിവരണമാണ്. ഇത് എഴുതിയിട്ടുള്ളത് അമൃത്ലാൽ വേഗഡാണ്. അപ്പോൾ ഇത് ഇച്ചിരി അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ് കേട്ടോ, കുറച്ചധികം പേജസിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. തീരെ തീരെ നർമ്മദ അമൃത്ലാൽ വേഗഡ് കി നർമ്മദ പദയാത്രയോം കാ വൃത്താന്ത് ഹെ. എന്താണ് തീരെ തീരെ നർമ്മദ എന്നത്? അമൃത്ലാൽ വേഗഡിൻ്റെ നർമ്മദ പദയാത്രകളെ കുറിച്ചിട്ടുള്ള വിവരണമാണ്. പ്രഥം പദയാത്ര ഉन्होंने अपने 50 साल की आयु में 1977 में की और अंतिम 2009 में. എന്താണ് അദ്ദേഹം തൻ്റെ 50-ാം വയസ്സിൽ 1977 തൻ്റെ ആദ്യ പദയാത്ര നടത്തി. അവസാനത്തേത് നടത്തിയത് 2009 इन 33 वर्षों में दौरान की गई करीब 4000 किलोमीटर की पदयात्रा का वृत्तांत है धीरे धीरे നർമ്മദ. എന്താണ് ഈ 33 വർഷത്തിനിടയിൽ നടത്തിയ ഏകദേശം 4000 കിലോമീറ്റർ വരുന്ന പദയാത്രകളുടെ ഒരു വിവരണമാണ് ഈ ഒരു തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നതിനകത്ത് उൾപ്പെടുത്തിയിട്ടുള്ളത്. इस सिलसिले में अपने सहायक छोटू के साथ 1997 को ही गई पदयात्रा के अनुभव यहाँ दिए गए हैं. എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ സഹയാത്രിയായ ചോട്ടുവിനൊപ്പം 1997 ഒക്ടോബർ 11 നടത്തിയ പദയാത്രയുടെ അനുഭവങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇവിടെ നൽകിയിട്ടുള്ളത്. रात को थोड़ी देर के लिए मैं बाहर निकाल आया और आकाश तले बैठ गया. എന്താണ് യാത്രാ വിവരണം തുടങ്ങുകയാണ് ഇവിടെ. രാത്രിയിൽ ഞാൻ അല്പനേരത്തേക്ക് പുറത്തിറങ്ങി ആകാശത്തിന് താഴെ ഒന്ന് ഇരുന്നു. താരെ ഐസെ ലഗ് രഹേ ഥേ മാനോ കിസിനെ ആകാശ് മേം സഫേദ് തിൽ ബിഖേർ ദിയേ ഹോ. എന്താണ് ആകാശത്ത് ആരോ ഒരു സഫേദ് എന്ന് വെച്ചാൽ വെള്ള നിറമാണ് കേട്ടോ, വെള്ള എള്ളു വിതറിയതുപോലെ എന്ത് ചെയ്യുന്നു, നക്ഷത്രങ്ങൾ തോന്നിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സഫേദ് തില്ലെന്ന് പറഞ്ഞാൽ വെള്ള നിറത്തിലുള്ള എള്ളുണ്ടല്ലോ, ആ എള്ള് വിതറിയതുപോലെയാണ് അദ്ദേഹത്തിന് നക്ഷത്രങ്ങളെ തോന്നിയത്. ചാന്ദ് നഹി ഥാ ഇസ്ലിയെ താരെ ഖുൽക്കർ സാമനെ ആ ഗയേ ഥേ. ചന്ദ്രൻ ഇല്ലാതിരുന്നതിനാൽ നക്ഷത്രങ്ങൾ കൂടുതൽ വ്യക്തമായി പുറത്തു വന്നു. സൂരജ് ചൽത്താ ഹെ അകേല താരെ ചൽത്തേ ഹെ ജമാത് മേ. എന്താണ് സൂര്യൻ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്, എന്നാൽ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് കൂട്ടമായാണ് സഞ്ചരിക്കുന്നത്. അമാവാസ് കെ രാത് കോ താരോം കാ ഭണ്ഡാര ഭർത്താ ഹെ. എന്താണ് അമാവാസി രാത്രിയിൽ എന്താണ് നക്ഷത്രങ്ങളുടെ ശേഖരം കൊണ്ട് ആകാശം നിറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അമാവാസി എന്താണ് രാത്രിയിൽ ഒത്തിരി നക്ഷത്രങ്ങൾ ആകാശത്ത് കാണാറുണ്ട്. ദിൻ കാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കോമൺസ്. എന്താണ് പകൽ സമയത്തെ ആകാശം ഹൗസ് ഓഫ് ലോർഡ്സിനെ പോലെയാണ്, രാത്രിയിലെ ആകാശം എന്ന് പറയുന്നത് ഹൗസ് ഓഫ് കോമൺസിനെ പോലെയും ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, പകൽ സമയത്ത് സൂര്യൻ മാത്രമല്ലേ ഉള്ളൂ, പക്ഷെ രാത്രി എങ്ങനെയാണോ ഒത്തിരി നക്ഷത്രങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ അത് ഹൗസ് ഓഫ് കോമൺസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നെക്സ്റ്റ് പേജ് നോക്കിയേ. സുബഹ് ആകെ ബഡേ. എന്താണ് ഞങ്ങൾ രാവിലെ മുന്നോട്ട് യാത്ര തുടർന്നു. പഗണ്ടി ഏകായേക് ഖതരാനക് ഹോ ഗയി. കാൽനടപ്പാത പെട്ടെന്ന് അപകടകരമായി മാറി തുടങ്ങി. സരാ ചുകേ ഔർ സീധേ പാനി മേ. ചെറുതായി ഒന്ന് കാല് തെറ്റിയാൽ നേരെ എവിടേക്കാവും വീഴുക, വെള്ളത്തിലേക്കായിരിക്കും വീഴുന്നത്. പതലി ഹോത്തെ ഹോത്തെ വഹ് ലുപ്ത് ഹോ ഗയി. അങ്ങനെ ആ വഴി ഒടുവിൽ മെലിഞ്ഞ് ഇല്ലാതായി മാറി, അത്രയ്ക്കും ചെറിയൊരു വഴിയായിട്ട് മാറി. ഖടി ചഠായി ചട്കർ മുഷ്കിൽ സെ ഊപ്പർ ആയി. കുത്തനെയുള്ള കയറ്റം കയറി ഏറെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ മുകളിലെത്തിയത്.
लेकिन ऊपर न गड़बाट थी न पगंडी और बादल थे कि हमें लगातार धमका रहे थे. എന്നാൽ എന്താണ്, മുകളിൽ റോഡോ കാൽനടപാതയോ ഉണ്ടായിരുന്നില്ല. കാർമേഘങ്ങൾ തങ്ങളെ നിരന്തരം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ മഴ പെയ്യും എന്നുള്ളൊരു പ്രതീതി അവർക്ക് തോന്നി. വേ സിമറ്റ് കർ ഘനെ വാലെ മേഘോ മേ പരിവർത്തിത് ഹോ രഹേ ഥേ. എന്താണ്, അവ ഒതുങ്ങി കൂടി കറുത്ത കാർമേഘങ്ങളായിട്ട് മാറുകയായിരുന്നു. കഭി ഭി ബരസ് സക്തേ ഥേ. അവ എപ്പോൾ വേണമെങ്കിലും പെയ്യാൻ തയ്യാറായിരുന്നു, മഴ പെയ്യാൻ തയ്യാറായി ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. കഹീൻ ഏക് ആദ്മി തക് നസർ നഹി ആ രഹാ ഥ. എവിടെയും ഒരു മനുഷ്യനെ പോലും കാണാനുണ്ടായിരുന്നില്ല. കിസി ഭി തരക് പഥോഡ പഹോഞ്ചെ. എങ്ങനെയോ ഞങ്ങൾ പഥോഡയിലേക്ക് എത്തിച്ചേർന്നു. റോസ് की अपेक्षा आज हम आधा ही चल पाए थे, लेकिन पानी के डर से इसी गाँव में रुकना पड़ा. എന്താണ്, റോസ് की अपेक्षा आज हम आधा ही चल पाए थे. ദിവസത്തേക്കാൾ എന്താണ്, പാതി ദൂരം മാത്രമാണ് ഇന്ന് ഞങ്ങൾക്ക് നടക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ മഴയുടെ ഭയം കാരണം എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രാമത്തിൽ തന്നെ അന്ന് അവർക്ക് തങ്ങേണ്ടതായിട്ട് വന്നു. കുച്ച് ലോഗോ ने मिलकर गाँव में एक मंदिर बनवाया है. ചില ആളുകൾ ചേർന്ന് ഗ്രാമത്തിലൊരു അമ്പലം നിർമ്മിച്ചിട്ടുണ്ട്. മന്ദിർ എന്ന് പറഞ്ഞാൽ അമ്പലം. അഭിമൂർത്തിക്ക് സ്ഥാപന നഹി ഹുയി ഹെ. അവിടെ എന്ത് ചെയ്തു, ഇതുവരെ പ്രതിഷ്ഠയൊന്നും എന്ത് ചെയ്തിട്ടില്ല, നടത്തിയിട്ടില്ല. മന്ദിർ കെ ബരാമദേ മേ ലോഹേ കാ ജാലി വാല ദർവാസ ഹെ. എന്താണ്, അമ്പലത്തിൻ്റെ വരാന്തയിൽ ഇരുമ്പ് ജാതിയോട് കൂടിയിട്ടുള്ള ഒരു വാതിലുണ്ട്. मंदिर की देख रेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया. ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഗ്രാമീണൻ ഞങ്ങൾക്കായി അത് തുറന്നു തന്നു. ഖോൽ എന്ന് വെച്ചാൽ ഓപ്പൺ, തുറക്കുക. ദേഖ് രേഖ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. ആജ് യഹി ബരാമദ ഹമാര റൈൻ ബസേര ഹൈ. ഇന്ന് ഈ വരാന്തയാണ് ഞങ്ങളുടെ രാത്രിയിലെ താവളം. റൈൻ ബസേര എന്ന് വെച്ചാൽ എന്താണ്, രാത്രിയിൽ തങ്ങാനുള്ള ആ ഒരു താവളം. പാനി ലാനെ കേലിയെ ബാൽട്ടി ദി. വെള്ളം കോരിയെടുക്കാൻ അവനൊരു ബാൽട്ടി തന്നു. ഫർഷ് പർ ബിച്ചാനെ കേലിയെ एक बहुत बड़ी दरी दी और സദാവ്രത് കേലിയെ വി പൂച്ച. എന്താണ്, തറയിൽ വിരിക്കാൻ വളരെ വലിയ ഒരു പായയും അവൻ നൽകി. കൂടാതെ എന്ത് ചെയ്തു, ഭക്ഷണത്തെ കുറിച്ചിട്ട് അവൻ ചോദിച്ചു. ലേക്കിൻ വഹ് ഹമാരെ പാസ് പര്യാപ്ത. എന്നാൽ ഞങ്ങളുടെ പക്കൽ എന്താണത്, ധാരാളം ഉണ്ടായിരുന്നു. ഭക്ഷണം ധാരാളമായിട്ട് അവരുടെ പക്കലുണ്ടായിരുന്നു. ചോട്ടു ബാഹർ ഖാന ബനാ രഹാ ഥ. ചോട്ടു പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ദാൽ തോ ബൻ ഗയി ഥി പർ വഹ് ഗാക്കഡ് ബനാ രഹാ ഥ കി പാനി ആ ഗയ. പരിപ്പ് കറി തയ്യാറായിരുന്നെങ്കിലും അവൻ ഗാഖഡ് എന്ന് പറയുന്ന ഒരുതരം പ്രാദേശിക ഭക്ഷണമാണ് ഈ ഗാഖഡ് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്നതിനിടയിൽ മഴ പെയ്യാനായിട്ട് തുടങ്ങി. സഫി ഖേത്തോ മേം യാ തോ സോയാബീൻ കട്ട് രഹാ ഹെ യാ കട്ടെ ഹുയെ സോയാബീൻ കെ ഠേർ ലഗേ ഹെ. മിക്ക പാടങ്ങളിലും ഒന്നുകിൽ സോയാബീൻ കൊയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൊയ്തു വെച്ച സോയാബീൻ്റെ കൂമ്പാരങ്ങൾ കിടപ്പുണ്ട്. ഇസ് പാനി സെ കിസാനോ കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ. ഈ മഴ മൂലം കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കിസി തരഹ് ചോട്ടുനെ ഗാക്കഡ് ബനാലിയെ. എങ്ങനെയോ ചോട്ടു ഗാക്കഡുകൾ ഉണ്ടാക്കി തീർത്തു. ഖാന ഖാക്കർ തോട ആരാം കർക്കെ ജബ് സോനെ ലഗെ. ഭക്ഷണം കഴിച്ച് അല്പം വിശ്രമിച്ച് കിടക്കാനായിട്ട് എല്ലാവരും പോയപ്പോഴത്തേക്കും തബ് തക് പാനി ബന്ദ് ഹോ ചുകാ ഥ. മഴ നിന്നിരുന്നു. ഭക്ഷണം കഴിച്ച് അല്പം വിശ്രമിച്ച് കിടക്കാൻ തുടങ്ങിയപ്പോഴേക്കും മഴ നിന്നിരുന്നു. ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ഥ. പുറത്ത് വൈദ്യുത വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. രാത് കോ ജബ് മൈ ഉഠാ തോ മേരെ पैरों के पास की खाली दरी पर एक आदमी गूढ़ी मुड़ी पड़ा था. രാത്രിയിൽ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കാലിനടുത്ത് ഒഴിഞ്ഞ പായയിൽ ഒരാൾ ചുരുണ്ടു കൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ കുച്ച് ഭി ഓഠാ നഹീം ഥ. എന്താണ്, അയാൾ പുതപ്പൊന്നും തന്നെ പുതച്ചിരുന്നില്ല. ലേറ്റെ ലേറ്റെ ബഡാ ബഡാ രഹാ ഥ. കിടന്നുകൊണ്ട് അയാൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. മാനോ കഹാനി സുനാ രഹാ ഹു. ആരോടെങ്കിലും കഥ പറയുന്നത് പോലെയായിരുന്നു അത്. ഫിർ ഏകായേക് സോറോം സെ ഹസ്നെ ലഗ്ത. പെട്ടെന്ന് അയാൾ ഉറക്കെ ചിരിക്കാനായിട്ട് തുടങ്ങി.
ബീച്ച് ബീച്ച് മേം രാമായൺ കി ചൗപ്പായി ബോൾത്ത. ഇടയ്ക്കിടെ രാമായണത്തിലെ വരികളൊക്കെ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. ഷായത് പാഗൽ ഥ. അയാൾ ഒരുപക്ഷെ ഭ്രാന്തനായിരിക്കാം. മാം ചുപ്ചാപ് സോ ഗയ. എന്താണ്, ഞാനൊന്നും മിണ്ടാതെ ഉറങ്ങാനായിട്ട് കിടന്നു. തോടി ദേർ കെ ബാദ് വഹ് ഉട്ട്കർ ബാഹർ ചല്ല ഗയ. അല്പനേരത്തിന് ശേഷം അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ലേക്കിൻ ജൽദി ഹി വാപ്പസ് ആയ. എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾ തിരിച്ചെത്തുകയും ചെയ്തു. ദർവാസെ പർ ഖടാ ഹോക്കർ ഗുറായ കോൻ ഹോ തും ലോഗ് യഹാം കൈസെ ഘുസ് ആയേ ഹോ. വാതിൽ നിന്നുകൊണ്ട് അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ് കയറി പറ്റിയത്? നിരീഹ് से दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया था. സാധുവായി കാണപ്പെട്ട ഈ മനുഷ്യൻ പെട്ടെന്ന് ഭയങ്കരനായിട്ടുള്ളൊരു രൂപം ആ സമയത്ത് എന്ത് ചെയ്തു, രൂപം പൂണ്ടങ്ങനെ നിന്നു. അബ് വഹ് ബേഹദ് ഗുസ്സേ മേം ഥ. ഇപ്പോൾ അയാൾ അങ്ങേയറ്റം ദേഷ്യത്തിലായിരുന്നു. ഹംനെ കോയി ജവാബ് നഹീ ദിയ. ഞങ്ങൾ മറുത്തൊന്നും തന്നെ പറഞ്ഞില്ല. വഹ് സോർ സേ ചീക്ക. അയാൾ ഉറക്കെ അലറി. ഹം ലോഗ് ഉഠ് ബൈഠേ. ഞങ്ങൾ എഴുന്നേറ്റിരുന്നു. മേം ने कहा जिन्होंने एक मंदिर बनवाया है उन्होंने हमें यहाँ टकराया है. ഞാൻ പറഞ്ഞു, ഈ അമ്പലം പണിതവരാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ദേഖിയേ एक दरी और एक बाल्टी भी उन्होंने ही दी है. നോക്കൂ, ഈ പായയും ഈ ബാൾട്ടിയും തന്നത് അവരാണ്. ലേക്കിൻ വഹ് പാഗൽ ജോ ഥാ ഊൾ ജലൂൾ ബക്നേ ലഗ. എന്നാൽ ഭ്രാന്തനായതുകൊണ്ട് അയാൾ ഈ അസംബന്ധങ്ങളൊക്കെ വിളിച്ച് പറയാനായിട്ട് തുടങ്ങി. അപ്നെ ആപ്കോ CID ഇൻസ്പെക്ടർ ബത്താനെ ലഗ. താനൊരു CID ഇൻസ്പെക്ടർ ആണെന്നാണ് അയാൾ അവകാശപ്പെടാനായിട്ട് തുടങ്ങി. ക്യാ സമജ്തേ ഹോ മാം സാദേ വേഷ് മേം രഹ്കർ ചോരോം കാ പതാ ലഗ്താ ഹോ. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്, ഞാൻ സാധാരണ വേഷത്തിൽ നടന്ന കള്ളന്മാരെ പിടിക്കുന്ന ആളാണ്. ഉസ്കെ സവാൽ ബേസിർ പൈർക്കെ ഥേ. അയാളുടെ ചോദ്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലായിരുന്നു. ജവാബ് ന ദേത്തെ തോ ചാബുക് സേ മാർനേക്ക് ധംകി ദേത്ത. മറുപടി നൽകിയില്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ട് അടിക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. ഇസ്ലിയെ മാം കോയി ന കോയി ജവാബ് ദേത്താ രഹ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മറുപടി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. ബഹ് ലഗാത്താർ ചീക്താ ചില്ലാത്ത രഹ. അയാൾ നിരന്തരം ഇങ്ങനെ അലറിക്കൊണ്ടിരുന്നു. ബീച്ച് ബീച്ച് മേം ഹവാ മേം ഐസെ ഹാത്ത് ഘുമാത്ത മാനോ ഹാത്ത് മേം കോടാ ഹോ. ഇടയ്ക്കിടെ കയ്യിൽ ചാട്ടവാറുണ്ടെന്ന മട്ടിൽ അയാളെ വായുവിലിങ്ങനെ കൈകൾ ചുഴറ്റി. ജബ് ഉസ്കി നാരാസ്ഗി ബഡ് ജാത്തി തോ ഉസ്കാ ചേഹ്ര ക്രോധ് സേ വികൃത് ഹോ ഉഠ്ത. അയാളുടെ ദേഷ്യം കൂടുമ്പോൾ മുഖം ഇങ്ങനെ കോപിഷ്ഠമായിട്ട് ഇങ്ങനെ ഒരു വികൃത രൂപമായിട്ട് മാറും. മേംനെ അപ്നെ ആപ്കോ കഭി ഇത്തന അസഹായ അനുഭവ നഹീ കിയാ ഥ. ഇതിനു മുൻപ് ഒരിക്കലും ഞാൻ ഇത്രയധികം നിസ്സഹായനായി നിന്നിട്ടില്ല, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ല. ലാച്ചാർ ഹം ഉസ്കി ധൗംസ് സഹത്തെ രഹെ. ഗതിയില്ലാതെ ഞങ്ങൾ അയാളുടെ ഭീഷണികളിങ്ങനെ സഹിച്ചുകൊണ്ടിരുന്നു. പാസ് പടോസ് മേം കൈ ഘർത്തെ. ചുറ്റുവട്ടത്ത് നിരവധി വീടുകളുണ്ടായിരുന്നു. ഹമാരി സഹായത കേലിയെ ക്യോം കോയി ആ നഹീ രഹ. ഞങ്ങളെ സഹായിക്കാൻ ആരും വരാത്തത് എന്തുകൊണ്ടാണ്? ക്യാ കോയി സമജ്താ നഹീ കി ഹമാരെ സാത്ത് ക്യാ ഹോ രഹാ ഹെ. ഞങ്ങൾ എന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആരും മനസ്സിലാക്കുന്നില്ലേ? ഐസാ ലഗ്താ ഥാ മാനോ യഹ് രാത് കഭി ഖത്തം ഹി നഹീ ഹോഗി. ഈ രാത്രി ഒരിക്കലും അവസാനിക്കില്ല എന്ന് തോന്നിപ്പോയി. ഖത്തം എന്ന് പറഞ്ഞാൽ അവസാനിക്കുക. തബി ഉസ്കാ ധ്യാൻ കോനെ മേ രഖെ ഹമാരെ സാമാൻ കി ഓർ ഗയ. അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ ആ ഒരു കോർണറിലായിട്ട് വെച്ചിരുന്ന ഞങ്ങളുടെ സാധനങ്ങളിലേക്ക് തിരിഞ്ഞത്. ഇസ്മേം ക്യാ ഹേ മുझे ഇസ്കി തലാഷി ലേനി ഹോഗി. ഇതിലെന്താണുള്ളത്, ഞാനിത് പരിശോധിക്കും, എനിക്കിത് പരിശോധിക്കണം. മുझे ചിന്ത ഹുയി. ഞാൻ എന്താണ് ഉത്കണ്ഠാകുലനായി. ഉസ്മേം സബ്ജി കാട്ട്നേക്ക ചാക്കു പീത. അതിൽ പച്ചക്കറി അരിയുന്ന ഒരു ചെറിയ കത്തിയും ഉണ്ടായിരുന്നു. കഹി വഹ് ഉസ്കെ ഹാത്ത് ലഗ് ഗയാ തോ. ഒരു പക്ഷേ അത് അവൻ്റെ കയ്യിൽ പെട്ടുപോയാലോ? മേരെ ഭീതർ ഭയ്ക്ക് ഏക്ക് ഹിലോർ സി ഉടി. എൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ ഒരു അലയടി തന്നെ ഉണ്ടാവുകയായിരുന്നു. ഹിലോർ സി ഉടി എന്ന് പറഞ്ഞാൽ ഒരു ഭയത്തിൻ്റെ ഒരു അലയടി ഉണ്ടായി. ഉസ്നെ ഹമാരെ പിട്ടു ഖോല. അവൻ ഞങ്ങളുടെ ട്രാവൽ ബാഗ് തുറന്നു. ഏക് ചീസ് നിക്കാൽക്കർ ഫേങ്കിനെ ലഗ. ഓരോ സാധനങ്ങൾ പുറത്തെടുത്ത് വലിച്ചെറിയാനായിട്ട് തുടങ്ങി. ഫേങ്കന എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുക. മാം ദം സാധേ ഉസ്കി ഹർ ഗതിവിധി കോ ദേഖ്താ രഹ. ശ്വാസം അടക്കി പിടിച്ച് ഞാൻ അവൻ്റെ ഓരോ ഒരു പ്രവൃത്തിയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഗതിവിധി എന്ന് വെച്ചാൽ പ്രവൃത്തി. ഡെറ്റോൾ കി ഷീഷി ഫർഷ് പർ ദേ മാരി. ഡെറ്റോളിൻ്റെ കുപ്പി അവൻ നിലത്തേക്ക് എറിഞ്ഞ് ഉടച്ചു.
യഹാം തക്കി ചാക്കു ഭി ഫേങ്ക് ദിയ, ഒടുവിൽ കത്തി പോലും അവൻ വലിച്ചെറിഞ്ഞു. അന്ത് മേം ദോ തീൻ കിതാബേ നികാലി, അവസാനം അവൻ 2-3 പുസ്തകങ്ങൾ പുറത്തെടുത്തു. കിതാബേ ഉസ്നെ ഖോൽക്കർ ദേഖി ഫിർ ജ്യോം കി ത്യോം വാപ്പസ് രഖ് ദി, പുസ്തകങ്ങൾ തുറന്നു നോക്കിയ ശേഷം അവൻ അവ അതേപടി തിരികെ വെച്ചു. ഹമാരി ഓർ മുഡ്കർ ചോട്ടു സെ ബോല, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം, അതാണ് വാട്ട് ഈസ് യുവർ നെയിം എന്ന്, ബാട്ട് എന്നാണ് അവിടെ എഴുതിക്കുന്നത് കേട്ടോ. അതായത് വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് അവൻ ചോട്ടുവിനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്. ചോട്ടുവിനെ സഹ്മത്തെ ഹുയെ കഹ മുझे അംഗ്രേസി നഹി ആത്തി, ഭയന്നുകൊണ്ട് ചോട്ടു പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. മുജ്സെ പൂച്ച തും ക്യാ കർത്തേ ഹോ, എന്നോട് ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത്. മേംനെ കഹ മാം ശിക്ഷക് ഥാ ബച്ചോ കോ പഠാത്താ ഥാ അബ് റിട്ടയർ ഹോ ഗയാ ഹോ, ഞാൻ പറഞ്ഞു ഞാനൊരു അധ്യാപകനായിരുന്നു, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്തു, റിട്ടയർ ചെയ്തു, വിരമിച്ചു. മേരി ആവാസ് സ്ഥിർ ധി ലേക്കിൻ അന്തർ ഹി അന്തർ മേം ഡരാ ഹുവാ ഥ, എൻ്റെ ശബ്ദം ഇടർച്ചയില്ലാതിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്, ഞാൻ വല്ലാതെ ഇങ്ങനെ ഭയപ്പെട്ടിരുന്നു. വഹ് ചുപ് രഹ മാനോ കഹീം ഹോ ഗയാ ഹോ, അവൻ നിശബ്ദനായി, എങ്ങനെയോ എങ്ങോട്ടോ നഷ്ടപ്പെട്ടു പോയതുപോലെ ഇങ്ങനെ അതുപോലെ അങ്ങനെ നിന്നു. മാനോ കുച്ച് യാദ് കർ രഹാ ഹോ, എന്തോ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. മാനോ ഉസ്കെ ഭീതർ കുച്ച് ആലോടി ഹോ രഹാ ഹെ, അവൻ്റെ ഉള്ളിൽ എന്തോ വലിയ അസ്വസ്ഥതകൾ നടക്കുന്നത് പോലെയായിരുന്നു. കുച്ച് ക്ഷണി തക് മുझे एक टक देखते रखने के बाद बोला अच्छा सो जाओ, കുറച്ചു നേരം എന്നെ തന്നെ തുറച്ചു നോക്കിയ ശേഷം അവൻ പറഞ്ഞു, ശരി കിടന്ന് ഉറങ്ങിക്കോളൂ. മേം സിർ സെ ലേക്കർ പാവ് തക് ഔട്ട് കർ സോ ഗയ, തല മുതൽ കാല് വരെ പുതപ്പ് മൂടി ഞാൻ കിടന്ന് ഉറങ്ങി. സോച്ച ഷായദ് അബ് വഖ്ത് ചലാ ജായ്, ഇനി അവൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി. തഭി ഏക് വിചിത്ര ഘടന ഘടി, അപ്പോഴാണ് വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്. അചാനക് ഉസ്നെ മേരെ പൈർ ദബാനെ ശുരു കർ ദിയെ, പെട്ടെന്ന് അവൻ എൻ്റെ കാലുകൾ തിരുമുവാനായിട്ട് തുടങ്ങി. ഉസ്കെ മസ്ബൂത്ത് ഹാത്തോം കാ സ്പർശ് അനുഭവ് കർത്തേ ഹി മാം കാഫ് സാ ഗയ, അവൻ്റെ ശക്തമായ കൈകളുടെ സ്പർശനമേറ്റത് ഞാനൊന്ന് വിറച്ചു പോയി. ഏക് ഏക് കർക്കെ ദോനോ പൈർ ഖൂബ് അച്ചി തരക് സെ ദബായി, ഓരോന്നായിട്ട് 2 കാലുകൾ അവനിങ്ങനെ നന്നായിട്ട് തിരുമ്മി തന്നു. ഉസ്മേ ബഡി താക്കത്തി, അവന് നല്ല കരുത്തുണ്ടായിരുന്നു. ഫിർ ഹാത്ത് ദബായി, പിന്നീട് അവൻ എൻ്റെ കൈകളും തിരുമ്മി. ഹാത്തോം കി ഏകേക്ക് ഊങ്കലി ദബായി, വിരലുകൾ ഓരോന്നായിട്ട് അവനിങ്ങനെ അമർത്തി കൊടുത്തു. ഹർ ഖടി ചിന്താ ബനി രഹി കി കഹി കോയി ഉങ്കലി ചട്കാന ദേ, ഏതെങ്കിലും വിരൽ അവൻ ഒടിച്ചു കളയുമോ എന്ന പേടി അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. इसके बाद उसने मेरी മുട്ടി खोली, उसमें कुछ रखा, മുട്ടി ബന്ദ് की और चला गया, അതിനുശേഷം അവൻ എൻ്റെ കൈപ്പത്തി തുറന്ന് അതിലെന്തോ വെച്ചു, കൈ മുറുകെ അടച്ചു പിടിച്ച ശേഷം അവിടെ നിന്ന് പോയി. उसके जाते ही छोटू ने दरवाज़ा अंदर से बंद करके उस पर ताला लगा दिया, അവൻ പോയ ഉടൻ തന്നെ ചോട്ടു അകത്തു നിന്ന് വാതിലടച്ചു പൂട്ടിയിട്ടു. ഹംനെ രാഹത്ത് കി സാൻസ് ലി, ഞങ്ങൾ ആശ്വാസത്തിൻ്റെ ഒരു ദീർഘശ്വാസം എടുത്തു. ലേക്കിൻ നീന്ത് നഹി ആയി, എന്നാൽ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ജാഗ്താ പടാ രഹാ ഓർ സോച്ച്താ രഹാ കി ഉസ്മേം ഏകായേക് ബദ്ലാവ് ക്യോം കറായ, ഞാൻ ഉണർന്നു കിടന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു എന്തുകൊണ്ടാണ് അവന് പെട്ടെന്ന് ഇത്രയധികം മാറ്റം ഉണ്ടായതെന്ന്. ഉദൻ സെ വിനമ്ര കൈസെ ബൻ ഗയ, അവൻ എങ്ങനെയാണ് ഒരു ക്രൂരനായ മനുഷ്യരിൽ നിന്ന് വിനീതനായിട്ട് മാറിയത്. മുട്ടി കോൽക്കർ ദേഖാത്തോ ഉസ്മേ 20 പൈസേ കാ സിക്കാ ഥാ, കൈപ്പത്തി തുറന്ന് നോക്കിയപ്പോൾ അതിൽ 20 പൈസയുടെ ഒരു നാണയം ഉണ്ടായിരുന്നു. ധീരെ ധീരെ ഗുദ്ധി സുൽച്ചനെ ലഗി, കാര്യങ്ങൾ പതുക്കെ പതുക്കെ വ്യക്തമായി വരാൻ തുടങ്ങി. കിതാബോങ്കോ ഉസ്നെ ഫേങ്കാ നഹീ ഥാ, പുസ്തകങ്ങൾ അവൻ വലിച്ചെറിഞ്ഞിരുന്നില്ല. കിതാബേ ദേഖർ അൻജാനെ ഹി ഉസ്കെ മൻ മേം ഏക് ബാത് ആയി ഹോഗി കി യേ ഷായദ് ലിഖ്നെ പഠ്നെ വാലെ ആദ്മി ഹെ, ഷായദ് ഗുരു ഹെ, പുസ്തകങ്ങൾ കണ്ടപ്പോൾ അറിയാതെ തന്നെ അവൻ്റെ മനസ്സിൽ ഇവർ എഴുതാനും വായിക്കാനും അറിയുന്നവരായിരിക്കാം, ഒരു പക്ഷേ ഗുരുക്കന്മാരായിരിക്കാം എന്ന ഒരു ചിന്ത അവന് വന്നിട്ടുണ്ടാകണം. ഉസ് വിക്ഷിപ്ത അവസ്ഥ മേ ഭി ഉസ്കെ അവചേതൻ മേ യക് സംസ്കാർ ദബാ പടാ ഥാ കി ഗുരു കാ തോ ആദർ കർണാ ചാഹി, ആ ഒരു മാനസിക അസ്ഥിരതയിലും ഗുരുക്കന്മാരെ ആദരിക്കണം എന്ന ഒരു നല്ല സംസ്കാരം അവൻ്റെ ഉപബോധ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ടായിരുന്നു. और यह मालूम होने पर कि मैम शिक्षक हूँ उसका व्यवहार एकाएक बदल गया, ഞാനൊരു അധ്യാപകനാണെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ പെരുമാറ്റം പെട്ടെന്ന് മാറി മറിഞ്ഞു. उसकी विक्षिप्तावस्था पर उसके संस्कारों ने बढ़त पाली थी, അവൻ്റെ ഒരു ഭ്രാന്താവസ്ഥയേക്കാൾ അവനിലെ നല്ല സംസ്കാരം ആ സമയത്ത്
ശക്തി പ്രാപിക്കുകയായിരുന്നു. शिक्षक दिवस के अवसर पर पूरे देश में अनगिनत शिक्षकों का सम्मान किया जाता है. അധ്യാപക ദിനത്തിൽ രാജ്യത്ത് ഉടനീളം അനവധി അധ്യാപകരെ ആദരിക്കാറുണ്ട്. മേരെ ഷഹർ മേ മേരാ ഭി കൈ ബാർ സമ്മാൻ ഹോ ചുകാ ഹെ. എൻ്റെ നാട്ടിലും എനിക്ക് പലതവണ ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. ലേക്കിൻ ഉസ് രാത് കോ ഭയ और आतंक के साये में ही सही मुझे जो सम्मान मिला वह अपूर्व था. എന്നാൽ ആ രാത്രിയിൽ ഭയത്തിൻ്റെയും ഒരു നടുക്കത്തിൻ്റെയും നിഴലിലാണെങ്കിൽ പോലും എനിക്ക് ലഭിച്ച ആദരവ് തുല്യതയില്ലാത്തതായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടുള്ള ആദരവിനേക്കാൾ ഏറ്റവും ഉയർന്ന ഒരു ആദരവായിട്ട് അത് തോന്നി. കാരണം ഒരു ഭ്രാന്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അധ്യാപകനാണെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം മാറി മറിഞ്ഞത്. मैंने कभी नहीं सोचा था कि एक शिक्षक के रूप में मेरा सर्वश्रेष्ठ सम्मान इस प्रकार होगा. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ആദരവ് ഇത്തരത്തിലായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇസ്കെ ബാദ് മുझे കച്ചി സി നീന്ത് പട്ട് ഗയി. അതിന് ശേഷം എനിക്ക് ചെറുതായി ഒന്ന് ഉറക്കം വന്നു. സബേര ഹുവ പുലർച്ചയായി. ബിഖരെ സമാൻ കോ ഫിർ സെ പിട്ടു മേ ജമാത്തെ ഹുയെ ചോട്ടു നെ കഹ ഉസ്നെ ഹമാരി കാനി കൗടി തക് നഹി ലി. ചിതറിക്കിടന്ന സാധനങ്ങൾ വീണ്ടും ബാഗിലൊക്കെ പിറക്കി വെച്ചുകൊണ്ട് ചോട്ടു പറഞ്ഞു, അവൻ നമ്മുടെ ഒരു ചില്ലി കാശ് പോലും എടുത്തിട്ടില്ല. ദർവാസ ഖോൽക്കർ ഹം ബാഹറായ. വാതിൽ തുറന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. പടോസ് കെ യുവക് സെ കഹ രാത് കോ എക് പാഗൽ നെ ഹമേ ബഹുത് പരേഷാൻ കിയ. അയൽവക്കത്തെ യുവാവിനോട് ഞങ്ങൾ പറഞ്ഞു, രാത്രി ഒരു ഭ്രാന്തൻ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഖണ്ഡേ ടേട്ട് ഖണ്ഡേ തക് ഹമേം ഡരാത്ത ധമകാത്ത രഹ. 1.5 മണിക്കൂറോളം അവൻ ഞങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹമേം പീഡ് ഭീ സക്താ ഥാ. അവൻ ഞങ്ങളെ അടിക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്നു. വേ മേരെ പിതാ ഹെ. അതെൻ്റെ അച്ഛനാണ്. പാഗൽപൻ കാ ദൗര പട്താ ഹെ തഭി ഐസി ഹർക്കതേം കർത്തേ ഹെ. അദ്ദേഹത്തിന് ഭ്രാന്ത് വരുമ്പോഴാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്. പർ കിസി കോ മാർത്തേ നഹീം. എന്നാൽ അദ്ദേഹം ആരെയും ഉപദ്രവിക്കാറില്ല. വൈസേ വേ യഹാം നഹീം രഖ്തേ മണ്ഡി ദ്വീപ് മേം മേരെ ഭായിയോം കെ പാസ് രഖ്തേ ഹെ. എങ്കിലും അദ്ദേഹം ഇവിടെ അല്ല താമസം. മണ്ഡി ദ്വീപിൽ എൻ്റെ സഹോദരന്മാരുടെ കൂടെയാണ് കഴിയുന്നത്. കാൽ രാത് കോ ഹി ആയേ ഹെ. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ഇങ്ങോട്ട് കൽ രാത് കോ ഹി ആയേ ഹെ. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. ഹമാരി മദദ് കെ ലിയേ തും ആയേ ക്യോ നഹി. ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? മാം ഖേത് പർ സോയാ ഥാ. ഞാൻ പാടത്താണ് കിടന്ന് ഉറങ്ങിയത്. സോയാബീൻ കട്ട് രഹാ ഹെ. സോയാബീൻ കൊയ്ത്ത് നടക്കുകയാണ്. അഭി ആയാഹു. ഞാനിപ്പോൾ വരാം. ആപ്കെ യഹാം സെ ആനെ കെ ബാദ് വേ ചബൂതരെ ചലേ ഗൈ. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം തിണ്ണയുടെ അവിടേക്ക് പോയി. അതായത് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്തു? തിണ്ണയുടെ അടുത്തേക്ക് അവർ പോയി. അഭി വഹി ഹ. ഇപ്പോൾ അദ്ദേഹം അവിടെയുണ്ട്. ഹമാര രാസ്ത ചബൂതരേക്ക് സെ ഹോക്കർ ജാത്താ ഥാ. ഞങ്ങളുടെ വഴി ആ ഒരു തിണ്ണയിലൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ട ഒരു വഴി കടന്നു പോകുന്നത്. ഹം വഹാം സെ നിക്കലേത്തോ വഹാം ഖടാമില. ഞങ്ങൾ അവിടെ കൂടി കടന്നു പോയപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നത് കണ്ടു. ആരാണ് ആ ഭ്രാന്തൻ എന്ന് പറഞ്ഞ വ്യക്തിയില്ലേ? ഹംനെ ഉസ്കി ഓർ ധ്യാൻ നഹീ ദിയ. ഞങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ നടന്നു. തഭി നീച്ചെ ഉതർക്കർ ഗുഡ്നോം കെ ബാദ് ചുക്കർ ഉസ്നെ മേരെ പാവ് ചുയി. പെട്ടെന്ന് താഴെ ഇറങ്ങി മുട്ടുകൊത്തി നിന്ന് അദ്ദേഹം എൻ്റെ കാലുകളിൽ തൊട്ട് വണങ്ങി. ഗുരുദേവ് ബഹുത് ഷാമിർദാഹു. ഗുരുദേവ, ഞാൻ വളരെ ലജ്ജിക്കുന്നു. ക്യാ കർത്ത ദൗരാജോ പടാത. എന്ത് ചെയ്യാനാണ്? എനിക്ക് അസുഖം വന്നതല്ലേ. ഉസ്കെ ചേഹ്രെ പർ പച്താവാ ഥാ ആങ്കോ മേം ആൻസു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കുറ്റബോധമുണ്ടായിരുന്നു, കണ്ണുകളിൽ കണ്ണുനീരും. मैंने कहा, भाई तुम नहीं जानते कि तुमने गुरुओं का कितना मान बढ़ाया है. इसे गुरु का नहीं तमाम गुरुओं का. ഞാൻ പറഞ്ഞു, സഹോദര, ഗുരുക്കന്മാരുടെ അന്തസ്സ് എത്രത്തോളമാണ് നിങ്ങൾ ഉയർത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ മാത്രമല്ല, എല്ലാ ഗുരുക്കന്മാരുടെയും. ഇസ്കെ സാത്ത് ഹി ഹം ആകെ ബഡ്ലിയെ. ഇതുകൂടി പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. और हाँ वह सिक्का आज भी मेरे पास है. പിന്നെ അതേ ആ നാണയം ഇന്നും എൻ്റെ പക്കൽ തന്നെ ഉണ്ട്. അദ്ദേഹം തലേ ദിവസം രാത്രിയിൽ ഒരു 20 പൈസ കോയിൻ കൊടുത്തില്ലേ, അത് ഇപ്പോഴും ആ ഒരു ലേഖകൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു യാത്രാ വിവരണം ഒത്തിരി വലുതാണ്. പക്ഷേ അത് ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു സ്ഥലത്ത് യാത്ര പോയപ്പോൾ ഒരു സ്ഥലത്ത് രാത്രി അവർക്ക് തങ്ങേണ്ടതായിട്ട് വന്നു. അവിടെ ഒരു വ്യക്തിയിൽ നിന്നും നേരിട്ട ഒരു അനുഭവത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.